കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ അമേരിക്കയിലും യൂറോപ്പിലെല്ലാം വളരെ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാചീന ഭാരതീയ ധ്യാനമാർഗമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ശ്രീബുദ്ധൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് രൂപം നൽകിയ വിപാസന എന്ന ധ്യാനമാർഗം ഭാരതീയ ഋഷിശ്രേഷ്ഠരങ്ങൾ കൂടി തലമുറകൾ കൈമാറിയാണ് ഇത് നമ്മുടെ കയ്യിലെത്തിയത്. ഇന്ന് ഇത് ആധുനിക ചികിത്സയുടെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമായി പാശ്ചാത്യ രാജ്യങ്ങളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീബുദ്ധൻ ഉപദേശിച്ചത് മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം ഭാവിയെപ്പറ്റിയുള്ള ആകുല ചിന്തയോ കഴിഞ്ഞ കാലത്തെപ്പറ്റിയുള്ള വിഷാദമോ ആണ്. കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പരാജയബോധമോ നിരാശയോ കോപമോ ക്രോധമോ ഒക്കെ ഉണ്ടായെന്ന് വരാം. ഇതിൽ നിന്ന് ഡിപ്രഷനും റിസൻമെൻറ്റും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഭാവിയെപ്പറ്റിയുള്ള ആകുല ചിന്തകൾ ആങ്സൈറ്റി, ഫിയർ, ഫോബിയ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ തുടങ്ങിയ പല മാനസിക രോഗങ്ങൾക്കും കാരണമാകും. എന്നാൽ മാനസിക രോഗങ്ങൾ മാത്രമല്ല, ഇവ ഹ്യൂമൻ ഫിസിയോളജിയെ ബാധിച്ച് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഒബീസിറ്റി, സോറിയാസിസ്, എപ്പിലെപ്സി, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് തുടങ്ങി ക്യാൻസർ വരെ ഹേതുവാക്കാമെന്ന് ഇന്ന് വിദഗ്ധർ കരുതുന്നു. ഇതിനുള്ള പ്രതിവിധി ഭാവിയിലേക്കും ഭൂതത്തിലും വിട്ടുനിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിന്തകൾ വർത്തമാനകാലത്തിൽ നിർത്തുവാൻ ശ്രമിക്കുകയെന്നാണ്. ലിവ് ഇൻ ദ പ്രസൻറ്റ്, ലിവിങ് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ, ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ്. ഭൂതകാലത്തു നിന്നും ഭാവിയിൽ നിന്നും കഴിവതും താൽക്കാലികമായി അകന്ന് വർത്തമാന നിമിഷത്തിൽ പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുവാൻ സാധിക്കുന്ന പരിശീലനമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഭാരതം പലതവണ സന്ദർശിച്ച് സംസ്കൃതം പഠിച്ച് ഈ പ്രാചീന ചികിത്സാമാർഗം ആധുനിക വൈദ്യശാസ്ത്രത്തിന് നൽകുന്നതിൽ കഴിഞ്ഞ 32 വർഷമായി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് മാസച്യൂസെറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ മെഡിസിൻ പ്രൊഫസറായ ഡോക്ടർ ജോൺ കാബോട്ട്സിൻ എന്ന പ്രഗത്ഭ ഭിഷഗ്വരനാണ്. മനുഷ്യൻ്റെ തലച്ചോറിനെപ്പറ്റി മറ്റെന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് നമുക്കറിവുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന എമോഷണൽ ബ്രെയിനിനെ പറ്റി, ലിംബിക് സിസ്റ്റത്തെപ്പറ്റി കഴിഞ്ഞ 5000 വർഷം ആയി മനുഷ്യനുണ്ടായിരുന്ന അറിവിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്ക് നേടുവാൻ സാധിച്ചു. ഇത് സാധ്യമായത് തലച്ചോറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിത്രവും വീഡിയോയും എടുത്ത് പരിശോധിക്കുവാൻ സാധിക്കുന്ന ഫങ്ഷണൽ MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിൻ്റെ ആവിർഭാവമാണ്. നാം സന്തോഷിക്കുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, വൈരാഗ്യം തോന്നുമ്പോൾ, പ്രണയവിവശരാകുമ്പോൾ തലച്ചോറിൻ്റെ, അതായത് ലിംബിക് സിസ്റ്റത്തിൻ്റെ ഏതു ഭാഗമാണ് പ്രവർത്തന നിരതമാകുന്നതെന്ന് അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചികിത്സ കൊണ്ട് ന്യൂമോണിയ മാറിയോ എന്ന് എക്സ്റേ എടുത്ത് പരിശോധിക്കുന്നത് പോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും ഉള്ള ചികിത്സ കൊണ്ട് പ്രയോജനമുണ്ടോ എന്നറിയുവാൻ ഇന്ന് പലപ്പോഴും തലച്ചോറിൻ്റെ ഫങ്ഷണൽ MRI പല മെഡിക്കൽ സെൻറ്റേഴ്സിലും എടുക്കാറുണ്ട്. ശാരീരികവുമായ മാനസികവുമായ അനേക രോഗങ്ങൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊണ്ട് പ്രയോജനമുള്ളതായി ഫങ്ഷണൽ MRI പഠനങ്ങൾ ഇന്ന് തെളിയിക്കുന്നു. ഈ മേജർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിൽ എങ്ങനെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ പറ്റി ലളിതമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. പല മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഒരു കസേരയിൽ നിവർന്നിരിക്കുക, കൈകൾ തുടയുടെ 2 ഭാഗങ്ങളിലും വെക്കുക, സാവധാനത്തിൽ കണ്ണടയ്ക്കുക, അതിനുശേഷം ശ്വാസോച്ഛ്വാസത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ശ്വാസമകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഈ ശ്വാസോച്ഛ്വാസ വേളയിൽ നമ്മുടെ വയറ് പൊങ്ങുന്നതോ അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസം പോകുന്നതോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വസിച്ചാൽ മാത്രം മതിയാകും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ ജീവിതത്തിൽ മറ്റനേക പ്രശ്നങ്ങളിലേക്ക് ഓടിപ്പോയെന്ന് വരാം. സാരമില്ല, ശ്രദ്ധ ബ്രിങ് ഇറ്റ് ബാക്ക് ടു ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക.
ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുക എന്നത് പരിശീലനം സിദ്ധിച്ചിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന മഹർഷിമാരിൽ പോലും ഉണ്ടാകാറുണ്ട്. ബട്ട് പ്ലീസ് ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്, ബട്ട് കം ബാക്ക് പേയിങ് അറ്റൻഷൻ ടു ദ ബ്രീത്തിങ് വിത്തൗട്ട് ജഡ്ജിങ് യു. കുറച്ച് നാൾ ഇപ്രകാരം ദിവസവും 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പിന്നെ അത് 10-15 മിനിറ്റ് ദീർഘിപ്പിച്ച് ലഘുവായി ചെയ്യാവുന്ന ഈ എക്സസൈസ് കൊണ്ട് മാത്രം നമ്മുടെ ശരീരവും മനസ്സും റിലാക്സ് ചെയ്ത് ട്യൂണപ്പ് ചെയ്യുവാൻ സാധിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് തലച്ചോറിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയാം. നമ്മുടെ വിചാരങ്ങളെ അപഗ്രഥിച്ച് ഇൻസ്റ്റിങ്സുകളെ നിയന്ത്രിച്ച് ബുദ്ധിപൂർവമായ തീരുമാനത്തിലെത്തുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. നാം പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് തിന്നാകും. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വളരെ തിന്നായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കും. ദീർഘകാലം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ തിക്നെസ് വളരെ സാവധാനത്തിൽ മാത്രമേ കുറയുന്നുള്ളൂ എന്ന് കാണുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ്, അനാറ്റമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുവാൻ ധ്യാന ചിന്തകൾക്ക് സാധിക്കുമെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വികാര സംബന്ധമായ തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റം, പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ പുറകിൽ വാൽനട്ടിൻ്റെ വലിപ്പവും ആകൃതിയുമുള്ള അമിഗ്ഡല എന്ന ഭാഗം മൈൻഡ്ഫുൾനെസ് ഡിസീസ് കൊണ്ട് നേരിയ ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ അമിഗ്ഡലയിലാണെന്ന് വിദഗ്ധന്മാർ കരുതുന്നു. തുടർച്ചയായി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ താരതമ്യേന സന്തോഷവാന്മാരായിരിക്കുന്ന കാരണം ഒരുപക്ഷെ ഇതാകാം. 2009 മെഡിസിന് നോബൽ പ്രൈസ് നേടിയത് അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ എലിസബത്ത് ബ്ലാക്ക്ബേണും അവരുടെ സഹപ്രവർത്തകരായ മറ്റു 2 പേരും ചേർന്ന ഗവേഷണ പഠനത്തിനാണ്. നമ്മുടെ സെൽസിനുള്ളിൽ ക്രോമസോമിൻ്റെ മുകളിലായി ഒരു ക്യാപ്പ് പോലെ, ഒരു തൊപ്പി പോലെയുള്ള ടെലിമിയോർ എന്ന ഭാഗം കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ്. ടെലിമിയറിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള നീളം പ്രായം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നീളം കുറയുന്നതിനനുസരിച്ച് പ്രായമായവരിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. എലിസബത്ത് ബ്ലാക്ക്ബേണും സംഘവും ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ടെലിമിയറിൻ്റെ നീളവും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും ഉള്ള ഒരു ബന്ധത്തെപ്പറ്റി ഒരു ഗവേഷണ പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൻ്റെ റിസൾട്ട് അർബുദ രോഗത്തിൻ്റെ ആധികാരിക പ്രസിദ്ധീകമായ ക്യാൻസർ ജേർണലിൽ വന്നിരുന്നു. ഒരേ പ്രായത്തിലും ഒരേ ഹൈറ്റും വെയ്റ്റും ഒരേ ആരോഗ്യസ്ഥിതിയുമുള്ള 30 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊടുത്തു. അതേ രൂപത്തിലുള്ള ആരോഗ്യസ്ഥിതിയുള്ള മറ്റേത് 30 പേർക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊടുക്കാതെയും സൂക്ഷിച്ചു. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ കൊടുത്തവരിൽ അവരുടെ ടെലിമിയറിൻ്റെ നീളം വർദ്ധിക്കുന്നതായി കണ്ടു. അതുപോലെ ഒരേ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരേ തരം കീമോതെറപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന 2 സംഘം സ്ത്രീകളെ തിരഞ്ഞെടുത്തു. അതിലൊരു സംഘത്തിന് കീമോതെറപ്പിയോടൊപ്പം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നൽകി. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നൽകിയവരിൽ ടെലിമിയറിൻ്റെ നീളം വർദ്ധിക്കുകയും ടെലിമറേസ് എന്ന എൻസൈം കൂടുതലായി കാണപ്പെടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ക്ലിനിക്കലി അവരുടെ സിംറ്റം കുറയുകയും രോഗലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തതായി ഈ റിപ്പോർട്ടിൽ കാണുന്നു. ഇത്തരം പോസിറ്റീവ് റിസൾട്ട്സുകളുടെ ഫലമായി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, മേയോ ക്ലിനിക്ക് തുടങ്ങിയ വലിയ ചികിത്സാ സെൻ്ററുകളിൽ ഇന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉപദേശിക്കുകയും അതിന് ഡോക്ടർമാർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പ്രാചീനമായ ഈ ധ്യാനമാർഗം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അമേരിക്കയിലെ ലോകപ്രശസ്തങ്ങളായ മെഡിക്കൽ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഭവസ്ഥാനമായ ഇന്ത്യയിൽ
മെഡിസിൻ പഠനത്തിനും പരിശീലനത്തിനുമായി ഇതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മറ്റൊരു കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടികളും വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അവരും ഒന്നിച്ച് ഞാനും ഭാര്യയും കൂടി ഒരാഴ്ച ഇറ്റലി കാണുവാൻ പോയി. ഇറ്റാലിയൻ ഭക്ഷണത്തിൽ അമേരിക്കയിൽ വളർന്നിട്ടുള്ള എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഇറ്റാലിയൻ പിസ്സ ആയിരുന്നതിനാൽ ഞാൻ അവിടെ വെച്ച് പിസ്സ തന്നെ ഓർഡർ ചെയ്തു. ഈ പിസ്സ മുന്നിലെത്തിയപ്പോൾ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലുണ്ടാക്കുന്ന പിസ്സയുടെ ഷേപ്പിൻ്റെ ഭംഗിക്കുറവും പാക്കേജിൻ്റെ ആകർഷണക്കുറവും മൂലം എൻ്റെ കുട്ടികൾ അത് വലിയ താല്പര്യം കാണിച്ചില്ല. ഞാൻ ചിന്തിച്ചു, ഇറ്റാലിയൻ പിസ്സ ആണെങ്കിലും നമ്മുടെ യോഗ ആണെങ്കിലും ധ്യാനമാണെങ്കിലും കാമസൂത്രമാണെങ്കിലും ആകർഷകമായി ഭംഗിയായി പാക്കേജ് ചെയ്തു തരുവാനുള്ള അമേരിക്കക്കാരുടെ പ്രത്യേക കഴിവിനെ സമ്മതിച്ചേ മതിയാകൂ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.